ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവവേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ പ്രതി നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഇതാ ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഒരു വാഗ്ദാനവും ഉറപ്പും. ഈ വചനം നമ്മൾ പഠിക്കണം. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ വചനത്തിലുള്ള വാഗ്ദാനം ഇതാണ്: ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചിലപ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക സഹായത്തോടെ ആയിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വചനപ്രഘോഷണ മേഖലകളെ ശാരീരികമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ സഹായിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കത് അനുഗ്രഹമായിട്ട് മാറും. മാത്രമല്ല, ചെയ്യുമ്പോൾ ഈ വാഗ്ദാന വചനം മനസ്സിൽ കരുതി ഇത് ഈശോയെ പ്രതി ഞാൻ ചെയ്യുക, ഈശോയെ പ്രതി ചെയ്യുമ്പോൾ എനിക്കിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് തന്നെ നമ്മൾ ആ വേല ചെയ്ത് അനുഗ്രഹം പ്രാപിക്കുക. അതിനുള്ളൊരു ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. വചനം ഇതാണ്: ഈ ചെറിയവരിൽ ഒരുവന്, ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ വചനത്തിൻ്റെ അർത്ഥം? വളരെ കൃത്യമായിട്ട് വചനം പറയുവാണ്. ഈ കർത്താവിൻ്റെ ശിഷ്യനായിട്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പോലും പ്രതിഫലമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ നമുക്ക് ദേവാലയത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവിക ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും സാധിക്കണം. ഇനി അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ, ഏതെങ്കിലും രീതിയിൽ പ്രേക്ഷിത വേലയെ പ്രോത്സാഹിപ്പിക്കാൻ, വചനപ്രഘോഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന വലിയ പ്രതിഫലം നമുക്ക് സ്വീകരിക്കാം. ഒപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാ, മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദേവാലയത്തിൽ നേർച്ചയിടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ വാഗ്ദാന വചനം വെച്ച് അവകാശപ്പെട്ട് അതിൻ്റെ പ്രതിഫലം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പ്രതിഫലം നമ്മെ തേടി വരട്ടെ.